നമസ്കാരം. നക്ഷത്ര കൂടാരത്തിന്റെ ഒരു എക്സൈറ്റിംഗ് എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ സെലിബ്രിറ്റി സ്റ്റാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം കാണുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു ബോളിവുഡ് ഫിലിം സ്റ്റാർ ആണോ എന്ന് തോന്നിപ്പോകും. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹാൻസം ഗുഡ് ലുക്സ് അത് പറയാണ്ടിരിക്കാൻ വയ്യ. പക്ഷേ യഥാർത്ഥത്തിൽ ഇദ്ദേഹം ഒരു മ്യൂസിഷ്യനാണ്, ഒരു കമ്പോസറാണ്, ഒരു പെർഫോമറാണ്. ഇന്ത്യയിൽ തന്നെ ഒരുപാട് വലിയ മ്യൂസീഷ്യൻസിൻ്റെ കൂടെ പെർഫോം ചെയ്തേക്കുന്ന ഒരു വ്യക്തിയാണ്. ലൈക്ക് ഫോർ ഇൻസ്റ്റൻസ് AR റഹ്മാൻ, ശിവമണി, ഹരിഹരൻ, ആ ഒരു ലീഗിൽ പെടുത്താവുന്ന ഒരു വ്യക്തിയാണ്. സോ ആരാന്നല്ലേ? ഈസ് നൺ അതർ ദാൻ ദ സ്വീറ്റ് സ്മൈലിംഗ് പ്ലെസൻറ്റ് ഹാൻസം സ്റ്റീഫൻ ദേവസി. ഹായ്, ഞാൻ സ്റ്റീഫൻ ദേവസി. ഇന്നത്തെ ഫാനിനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ടാസ്ക് ഞാൻ കൊടുക്കാൻ പോകുന്നത് സ്റ്റീഫൻ ഹിംസെൽഫിനാണ്. സോ ഞാൻ നേരെ ഒട്ടും സമയം കളയാണ്ട് സ്റ്റീഫനെ മീറ്റ് ചെയ്ത് ആരാണ് ആ ലക്കി ഫാനിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പോവാൻ. സോ സ്ട്രേറ്റ് ടു സ്റ്റീഫൻസ് പ്ലേസ്. Hi. I hope I didn't keep you waiting for No, too no, long. I'm fine. Yes. ഞാൻ വന്നത് ഒരു ടാസ്ക് തരാനായിട്ടാണ്. ഇൻട്രസ്റ്റിംഗ് ടാസ്ക് ആണ്, യെറ്റ് ചാലഞ്ചിങ് ടാസ്ക് ആണ്. സോ ഞങ്ങൾ വിചാരിച്ചു ഇത്തവണ സ്റ്റീഫന് തന്നെ ഒരു ഓപ്പർച്യൂണിറ്റി തരാം ഫാനിനെ സെലക്ട് ചെയ്യാനായിട്ട്. സോ ഞങ്ങൾ അധികം സമയം ഇല്ലാത്തത് കൊണ്ട് ഒരു ചെറിയ ഒരു ഷോർട്ട് ലിസ്റ്റിങ്ങും സ്ക്രീനിങ്ങും ഒക്കെ ചെയ്തിട്ടുണ്ട്. സോ ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് കുറച്ച് ആൾക്കാരെ. ഫൈനൽ ഡിസിഷൻ യു ക്യാൻ ടേക്ക്. ഓക്കെ, ഒന്ന് നോക്കട്ടെ. എന്തെങ്കിലും സ്പെസിഫിക്കേഷൻസ് വല്ലതും ഉണ്ടോ? കുഴപ്പമില്ല, മ്യൂസിക്കിനോട് ഇഷ്ടമുള്ളവരായിരിക്കുമല്ലോ എന്തായാലും നമ്മളെ അടുത്ത് വരുന്നത്. അപ്പോൾ അത് എന്തായാലും മ്യൂസിക്കിനോട് താല്പര്യമുള്ളതാണെന്ന് നമുക്ക് നോക്കാം. പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇവരെങ്ങനെയുണ്ട്? മീര കാണുമ്പോൾ നല്ല ക്യൂട്ടാണ് അല്ലേ? ഭയങ്കര ഇന്നസെൻസ് തോന്നുന്നു. ഐ തിങ്ക് നമുക്കത് ലോക്ക് ചെയ്താലോ? നല്ല കണ്ടിട്ട് കുഴപ്പമില്ല, നന്നായിട്ട് ഐശ്വര്യമുള്ള ഒരു കുട്ടി. ഓക്കെ, മീരനെ എടുക്കാം. എവിടുത്തെ നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം. പാലക്കാട്. ഓ, പാലക്കാട്. സ്റ്റീഫൻ ഓൾസോ ഫ്രം പാലക്കാട്. അത് കണ്ടുകൊണ്ടാണോ സെലക്ട് ചെയ്തത്? അതുകൊണ്ടല്ല, അങ്ങനെ വന്നു വേണമെങ്കിൽ പറയാം. മീര നല്ലൂർ ഫ്രം പാലക്കാടിനാണ് സ്റ്റീഫൻ സെലക്ട് ചെയ്തേക്കുന്നത്. താങ്ക് യു റോസിൻ. സോ വിൽ വർക്ക്. ഇറ്റ്സ് എ ന്യൂ ഡേ, എ ന്യൂ ബിഗിനിങ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഫ്ലവേഴ്സിൻ്റെ ഓഫീസിലാണ്. നക്ഷത്ര കൂടാരത്തിൻ്റെ ടീം ഇന്നത്തെ ഈ എക്സൈറ്റിംഗ് ജേർണി തുടങ്ങാനായിട്ട് റെഡി ആയിരിക്കുകയാണ്. സോ വിതൗട്ട് വേസ്റ്റിംഗ് എനി ഫർദർ ടൈം, ലെറ്റ്സ് ഗോ. സ്റ്റീഫൻ ദേവസിയാണ് ഇന്നത്തെ ഫാനിനെ സെലക്ട് ചെയ്തേക്കുന്നത്. ആൻഡ് ഈ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട് ഫേസ്ബുക്കിൽ വഴിയാണ് ഞങ്ങൾ സെലക്ട് ചെയ്തേക്കുന്നത്. സോ ഇന്നത്തെ ഫാനിനെ കുറിച്ച് പറയുമ്പം ഷീ ഈസ് നൺ അതർ ദാൻ പാലക്കാടുള്ള മീര. സോ വി ആർ ഓൾ എക്സൈറ്റഡ് ആൻഡ് ഐ ആം ഗോയിങ് ടു മീരാസ് പ്ലേസ്. ഓക്കെ, സോ നമ്മൾ മീരയുടെ വീട്ടിൻ്റെ ആ ലൊക്കാലിറ്റിയിൽ എത്തിയിട്ടുണ്ട്. മീര ഡയറക്ഷൻസ് പറഞ്ഞനുസരിച്ച് ഈ റോഡിൻ്റെ തേർഡ് വീടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്കും കൃത്യമായിട്ട് ഐഡിയ ഇല്ല. നമ്മൾ റിയലി എക്സൈറ്റഡ്. എനിക്കും കുറച്ച് പേടിയുണ്ട്, കാരണം ആൾ വീട്ടിലുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. ഏതായാലും നമുക്ക് പോയി നോക്കാമേ. ഒരു
മഞ്ഞ കളർ വീടാണെന്ന് പറഞ്ഞേക്കുന്നത്. അവിടെ ഒരു മഞ്ഞ കളർ വീട് എനിക്ക് സ്പോട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഫസ്റ്റ് ഫ്ലോർ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. സോ യെസ്, എനിക്ക് തോന്നുന്നു ആ കാണുന്ന വീടാണ്. കാരണം പറഞ്ഞതനുസരിച്ച് മഞ്ഞ കളറുമാണ്. അതിൽ ഒരു ഫസ്റ്റ് ഫ്ലോറും കാണുന്നുണ്ട്. മറ്റുള്ള വീടുകൾ ഇതും മഞ്ഞ കളറാണല്ലോ. എനിക്ക് തോന്നുന്നു ആദ്യം ആ വീട്ടിൽ പോയി നോക്കാം. അവിടെയാണ് ചാൻസസ് കൂടുതൽ. ഇത് അത്ര മഞ്ഞയല്ല. സോ ഇതിൽ നോക്കാം. ഇന്ത്യയുടെ വീടുകളിലാണ് ഒന്നും പറയണ്ട, വീട് മാറിപ്പോയി. ഇതല്ലായിരുന്നു വീട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അതായിരിക്കും വീട്. ആളിനെ ഞങ്ങളിപ്പം വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയോന്ന് എനിക്കറിയത്തില്ല. ബട്ട് നമുക്ക് സസ്പെൻസ് പൊടിക്കാം. വാ. തുറക്കാമോ? Is this Meera? Yeah. Hi Meera, ഞങ്ങൾ നക്ഷത്ര കൂടാരത്തിലാണ്. Welcome. I know. വിചാരിച്ചിരുന്നോ ഞങ്ങൾ എത്തുമെന്ന്? എന്തായിരുന്നു ചെയ്തോണ്ടിരിക്കുന്നേ? ഫ്ലവേഴ്സ് ആണല്ലോ കാണുന്നത്. സ്മാർട്ട് ഷോ കണ്ടോണ്ടിരിക്കുകയാണ്. യെസ്, ഇത് സ്റ്റീഫൻ ദേവസി തന്നെ അയച്ചേക്കുന്ന ഫ്ലവേഴ്സ് ആണ്, സ്പെഷ്യലി ഫോർ യു. സോ അറിയാലോ, ഇനിയുള്ള 24 hours you're going to get the opportunity to live Stephen Devasi's life. Excited ആണോ? നമ്മുടെ ഓഡിയൻസിന് ഒരു സർപ്രൈസ്ഡ് റിയാക്ഷൻ ഒന്ന് കാണട്ടെ. എന്ത് തോന്നുന്നു? എന്താ പറയാ, സോ ഹാപ്പി. എനിക്ക് എന്താ പറയണ്ടെന്നറിയില്ല. ആകെ എക്സൈറ്റഡ് ആണ് സത്യം പറഞ്ഞാൽ. സോ അപ്പോൾ നമ്മൾ ഒട്ടും സമയം വേസ്റ്റ് ചെയ്യില്ല. ഫസ്റ്റ് ഗിവ് മീ എ ഹൈ ഫൈവ്. So you're lucky. No wasting time. വേഗം പാക്ക് ചെയ്തോ. Ready ആയോ? എല്ലാം പാക്ക് ചെയ്തോ? ഓക്കേ. സോ ഓൾ സെറ്റ്? Yeah. ഓക്കേ. ഇറങ്ങിയാലോ? Yeah, ready. ചേച്ചി, ദിവ്യ ചേച്ചി. സോ ഞാൻ കൊണ്ടുപോവാണ് മീരനെ. നാളെ വൈകുന്നേരം ഇതുപോലെ സുരക്ഷിതയായിട്ട് തിരിച്ച് ഏൽപ്പിച്ചേക്കാം. ഒന്നും പേടിക്കാനില്ല. What's happening? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാവാനായിട്ട് നമ്മുടെ ജേർണി തുടങ്ങിയിട്ട് പോലും ഇല്ലല്ലോ. യെസ്, ഞാൻ പറഞ്ഞതുപോലെ ഇറ്റ്സ് ഗോയിങ് ടു ബി എ സർപ്രൈസിങ് എക്സൈറ്റിംഗ് ജേർണി. ഒരു സർപ്രൈസ് ആയിരുന്നു. ഇനി ഫർദർ ഇനി വേറെ സർപ്രൈസസ്. ഇതാണ് ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. സോ ഇവിടെ ആക്ച്വലി സ്റ്റീഫൻ ദേവസി ഇവിടെയാണ് മീരയ്ക്ക് സ്റ്റേ അറേഞ്ച് ചെയ്തേക്കുന്നത്. ഇൻ ദിസ് ബ്യൂട്ടിഫുൾ ഹോട്ടൽ. സോ ബ്യൂട്ടിഫുള്ളി അറേഞ്ച്ഡ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. സോ എക്സൈറ്റഡ്. ഐ തിങ്ക് ഇനി ഞാൻ ഒരുപാട് വെയിറ്റ് ചെയ്യിപ്പിക്കുന്നില്ല. ഇതാണ് റൂം കീ. ഇറ്റ്സ് 112. ഇവിടെയാണ് സ്റ്റീഫൻ ദേവസി വരുമ്പം സ്ഥിരം താമസിക്കാറുള്ള റൂം. ഇറ്റ്സ് ഓൺ ദ ഫസ്റ്റ് ഫ്ലോർ. സോ പോയി റെസ്റ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് നാളെ കാണാം. റോസിൻ വരുന്നില്ലേ? ഞാനില്ല, ഇറ്റ്സ് സ്പെഷ്യലി അറേഞ്ച്ഡ് ഫോർ യു. അപ്പം ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്തിട്ടുമില്ല, സ്റ്റേ ചെയ്തിട്ടില്ല. കാരണം വളരെ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ അറിയാലോ, നമ്മുടെ സ്റ്റാഫിനെയൊക്കെ ഓൾറെഡി പരിചയപ്പെട്ടു. അവർ നല്ല ഫ്രണ്ട്ലിയാണ്. ഞങ്ങളെല്ലാവരും ക്രൂ ഒക്കെ ഇവിടെ തന്നെ ഉണ്ടായിരിക്കും. സോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. ഡെഫിനറ്റ്ലി. സോ ഓക്കെ, സീ യു ടുമോറോ. ഹാവ് എ പ്ലസന്റ് സ്റ്റേ. ബൈ. ബൈ.
ഇത് എത്ര നേരമായി സുഖമായിട്ട് കിടന്നുറങ്ങി. ഒത്തിരി ലേറ്റ് ആയി വന്നല്ലോ കിടന്നപ്പം. ഇത്തിരി ലേറ്റ് ആയി. എന്താ ചെയ്തതെന്ന് അറിയൂ? ഞാൻ എന്തൊക്കെ ചെയ്തു, ഞാൻ ഈവനിങ് ആകുമ്പോഴത്തേക്കും പുറത്തൊക്കെ പോയി, പിന്നെ ഇങ്ങനെ ചുറ്റി കണ്ടു, ഗാർഡനിലൊക്കെ പോയി. ഐ ഹാഡ് ഫൺ. സ്പാ ചെയ്തായിരുന്നോ? ഞാൻ സ്പെഷ്യൽ ആയിട്ട് പറഞ്ഞതായിരുന്നു. സോ അവർ അറേഞ്ച് ചെയ്തല്ലോ. എൻജോയ് ചെയ്ത് റിലാക്സ് ചെയ്തില്ലേ? അതുകൊണ്ടാണ് സുഖമായിട്ട് കാണാൻ പറ്റിയ സത്യം പറയുകയാണെങ്കിൽ. അതുകൊണ്ട് കോൾസും വന്നത് ഒന്നും ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. ഡീപ്പ് സ്ലീപ്പായിരുന്നു. ഹാഡ് ഫൺ. ഞാൻ പറഞ്ഞു ഇന്നത്തെ അല്ല എക്സ്പീരിയൻസ്, നമ്മുടെ ശരിക്കുള്ള ത്രില്ലിംഗ് എക്സ്പീരിയൻസ് തുടങ്ങുന്നത് ഇന്നാണ്. തുടങ്ങിയിട്ടില്ല, തുടങ്ങാൻ പോകുന്നു. വെയിറ്റ് ചെയ്യാൻ. ഇനി ഒത്തിരി ലേറ്റ് ആവണതിന് മുമ്പേ വേഗം പോയി റെഡിയായി വന്നോളൂ. പെട്ടെന്നായിരുന്നു നക്ഷത്രക്കൂടാരം ടീം എന്നെ വന്ന് ഇൻഫോം ചെയ്തത്. അതായത് സ്റ്റീഫൻ ചേട്ടൻ ഫാൻസ് ലിസ്റ്റിൽ നിന്ന് എന്നെയാണ് സെലക്ട് ചെയ്തിരിക്കണമെന്ന്. ആക്ച്വലി ഈ പറഞ്ഞ അപ്പം കേട്ടപ്പോൾ എനിക്കൊന്ന് തുള്ളിച്ചാടിയാൽ മതി എന്ന് തോന്നി. ഞാൻ എക്സ്പെക്റ്റേ ചെയ്തില്ല. ഞാൻ ഇറ്റ്സ് ലൈക്ക് മൈ ഡ്രീം കം ട്രൂ. അങ്ങനെയായിരുന്നു. സ്റ്റീഫൻ ചേട്ടനെ എനിക്ക് കാണണം എന്ന് അതിയായ മോഹം ഉണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലി ചില പേരോട് അറ്റാച്ച്മെൻറ്റ്സ് തോന്നും. അതിലൊരാളാണ് സ്റ്റീഫൻ ചേട്ടൻ. അങ്ങനെ സ്വതവേ നമ്മളൊരു ആക്ടർ അല്ലെങ്കിൽ വേറെ ആളോട് നമ്മൾ ഇഷ്ടം തോന്നിയാൽ നമ്മൾ ആദ്യം തന്നെ അങ്ങേരെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും നോക്കുക. ഞാൻ ആദ്യം തന്നെ സ്റ്റീഫൻ ചേട്ടൻ്റെ അടുത്ത് നോക്കി വിക്കിപീഡിയയിൽ പോയി സ്റ്റീഫൻ ദേവസി എടുത്ത് നോക്കി. ഓരോ ഇൻഫർമേഷൻ നോക്കുമ്പോഴാണ് ആളൊരു ചെറിയൊരു പുലിയാണ് എന്ന് മനസ്സിലായത്. ഇനി സ്റ്റീഫൻ ചേട്ടനൊന്ന് കണ്ടാൽ ഒന്ന് കൊള്ളാമെന്നുണ്ട്. ഐ ഡോണ്ട് നോ, ലക്കുണ്ടെങ്കിൽ ചിലപ്പോൾ കാണും, അറിയില്ല. മൂപ്പര് ഭയങ്കര ബിസിയാണെന്നൊക്കെ എനിക്കറിയാം. ബട്ട് സ്റ്റിൽ കുറച്ചൊന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നു. ഐ എം വെയിറ്റിംഗ് ഫോർ ദാറ്റ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. കൊച്ചിയിലുള്ള വളരെ ഫേമസ് ആയിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. കൊച്ചിന്റെ ഷോസ് ഉള്ളപ്പോഴും സമയം കിട്ടുമ്പോൾ വരുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ നമുക്ക് വേണ്ടി ഒരാള് കാത്തിരിപ്പുണ്ട്. നമസ്കാരം. ഹലോ, ഞാൻ സിനോയ് ചേട്ടൻ. ഇരിക്കൂ. മിസ്റ്റർ ഷിനോയ് ഇവിടുത്തെ ഷെഫാണ്. ഞാൻ പറയായിരുന്നു സ്റ്റീഫൻ ഇടയ്ക്കിടയ്ക്ക് വരുന്ന നമ്മുടെ കൂടെ ഭക്ഷണം കഴിക്കാനുണ്ടാവാറുണ്ട്. ആണോ? അപ്പോൾ സ്റ്റീഫൻ ചേട്ടൻ എപ്പോഴൊക്കെയാ വരിക? എങ്ങനെ? മെയിൻലി പ്രോഗ്രാം ഒക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ ആഫ്റ്റർ 11 o'clock ടൈമിൽ. അപ്പോൾ റെസ്റ്റോറൻറ്റ് കുറച്ച് ഫ്രീ ആയിരിക്കും. ആ സമയത്താണ് കൂടുതൽ ആള് വരല്. ഫാമിലി ആയിട്ടും പല പ്രാവശ്യം വന്നിട്ടുണ്ട്. ശരി. നാടൻ വിഭവങ്ങളൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ഒരു. തീർച്ചയായിട്ടും ആൾക്ക് കേരള ഫുഡിനോട് ഭയങ്കര താല്പര്യമാണ്. ഇവിടെ വരുമ്പോൾ ഏതാണ് കൂടുതൽ പ്രിഫർ അത് കൂടുതൽ ഇഷ്ടം ഇവിടുത്തെ താറാവ് കറി ഫേമസ് ആണ്. താറാവ് കറിയും റൺവേ എന്ന് പറഞ്ഞൊരു പുട്ടുണ്ട്. 3 സ്റ്റഫിംഗ് വെറൈറ്റി ഉള്ളൊരു പുട്ടാണ്. അതും അതിന്റെ കോമ്പിനേഷനും കൂടിയാണ് എപ്പോഴും കഴിക്കാറ്. പിന്നെ നാടോടിമൻ എന്ന് പറയുന്ന സീ ഫുഡ് സ്പെഷ്യാലിറ്റി ഒരു പുട്ടുണ്ട്, അതും കഴിക്കാറുണ്ട്. നല്ല ഫ്രണ്ട്ലി ആണ്. ആളോട് വന്നു കഴിഞ്ഞാൽ എല്ലാവരുമായിട്ട് കമ്പനിയാണ്. ഫോട്ടോ എടുക്കാനും എല്ലാത്തിനും ആൾ കൂടി ഉണ്ടാവും. ഗസ്റ്റ് ആയിട്ട് മിങ്കിൾ ചെയ്യാറുണ്ട് പലപ്പോഴും. ഒരു ഹെഡ് വെയിറ്റ് എന്നൊരു പാട്ട് പുള്ളിയിലില്ല. ഭയങ്കര ഫ്രീ ആണ്, കൂളാണ്. ഡൗൺ ടു എർത്ത് ആണല്ലോ. പാടി തന്നിട്ടില്ല. നമ്മൾ തന്നെ ഒരു കാർണിവൽ ഗ്രൂപ്പ്സിന്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് ശരിക്കും ആൾ പെർഫോം ചെയ്തു. അങ്കമാലി കേരള കാർണിവൽ എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ നല്ല പെർഫോമൻസ് ആയിരുന്നു. അങ്കമാലിന്ന് കയ്യിലെടുത്തതാണ് പെർഫോമൻസ്. നാദർ സാറാണ് അത് ഡയറക്റ്റ് ചെയ്തിരുന്നത്. പിന്നെ സ്റ്റീഫന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരാളെ കണ്ടാൽ പിന്നെ ഒരിക്കലും മറക്കില്ല. തീർച്ചയായിട്ടും ഞങ്ങളെല്ലാവരും ആൾക്ക് ഫെമിലിയർ ആണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും തന്നെ നന്നായിട്ട് ഓർക്കാറുണ്ട്.
ഞാന് നിർമ്മൽ സേവിയർ How are you? I'm good. Nice How are to you? see you. Nice to meet you. And nice to know that you're a big fan of Stephen. സത്യം പറഞ്ഞാൽ സ്റ്റീഫന്റെ ഏറ്റവും അടുത്ത ഒരു ഫ്രണ്ടാണ്. എന്ത് ചോദിച്ചാലും പറഞ്ഞുതരും. എല്ലാ അപ്പൊ കാര്യങ്ങളും പറയാനുള്ള questions best ഒക്കെ ആണ്. ആണ്. കേൾക്കാൻ പക്ഷേ റെഡിയാ. കൂടുതൽ ചില സീക്രട്സ് പറയില്ല. It's okay. അത് ഞങ്ങൾ തമ്മിലുള്ളതാണ്. അതെ. ഒരു കാര്യങ്ങൾ മനസ്സിലായി, നല്ല ഫ്രണ്ടാണ്, വിശ്വസിക്കാൻ വെരി ക്ലോസ് ആണ്. വെരി ക്ലോസ് ആണ്. സോ ഞാൻ നിങ്ങളെ ഐ ലീവ് യു ഹിയർ. ഞാൻ വെയിറ്റ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചോദിക്കാം, എല്ലാം പറഞ്ഞു കൊടുക്കുക. Sure, sure. ഓക്കെ, catch you soon. ഞങ്ങൾ ഒരുമിച്ചൊരു ബാൻഡുണ്ട്, സോളിഡ് എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ ഒരു 8 വർഷമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടുതലും റോക്ക് കോൺസേർട്സ് ആണ്, പിന്നെ ചില ചാനൽ ഷോസ്, ഫ്ലവേഴ്സിൻ്റെ ലോഞ്ചും, പിന്നെ ഒരു റെക്കോർഡ് ബ്രേക്കിംഗ് ഒരു ഈവൻ്റ് ഉണ്ടായിരുന്നു കാലിക്കറ്റ്. അതൊരു 4.5 മണിക്കൂർ കണ്ടിന്യൂസ് വിത്തൗട്ട് എ കൊമേഴ്സ്യൽ ബ്രേക്ക്. അത് ഞങ്ങളെ സംബന്ധിച്ചോളം ബാൻഡ് ആസ് എ ബാൻഡ് വളരെ ഒരു എന്താ പറയുക, ഒരു മൈൽ സ്റ്റോൺ അല്ലെങ്കിൽ അവൻ്റെ ഒരു പ്രത്യേക ക്വാളിറ്റി ഉണ്ട്. ഇപ്പോഴും അതുണ്ട്, ആ ഒരു ചൈൽഡ്നെസ്, ഒരു കുട്ടിത്തം ഭയങ്കരമായിട്ടുണ്ട്. ഇത്രയും മെച്ചുവേർഡ് ആണെങ്കിലും അവൻ്റെ പല ആക്ഷൻസും പ്രൊഫഷണലി ഒക്കെ വളരെ മെച്ചുവേർഡാണ്. പക്ഷെ എന്നാൽ അതിൻ്റെ ഉള്ളിൽ ആ ഒരു കുട്ടിത്വം ഭയങ്കരമായിട്ടുണ്ട്. അത് അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്. അപ്പോൾ അന്ന് ഇവൻ 17 വയസ്സ് 18 വയസ്സുള്ള, അപ്പോൾ സ്റ്റീഫനെ ഞാൻ ബേബി ഇൻ ദ ബാൻഡ് എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഇങ്ങനെ കളിപ്പിക്കുമായിരുന്നു. അപ്പോൾ അത് കേൾക്കുമ്പോൾ പുള്ളിക്ക് ഭയങ്കര നാണോ അന്ന്. ഇന്നിപ്പോൾ എന്നിലും വളരെ ഇളയതാണെങ്കിലും ശരിക്കും മെച്ചോറിറ്റി അല്ലെങ്കിൽ അവൻ കാര്യങ്ങൾ ഡീൽ ചെയ്യണത് എന്നിലും എൻ്റെ ഒരു പ്രൗഡ് ഫീലിംഗ് എന്തായാലും ഉണ്ടാവുമല്ലോ. പുള്ളി ഫുൾ ടൈം മ്യൂസിക്കിൻ്റെ ആ ഒരു ഇതിലാണ് ജീവിക്കുന്നത്. ഒന്ന്, പിന്നെ ഭയങ്കര പ്രേഫുൾ പേഴ്സണാണ്. പ്രാർത്ഥനയും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സംശയിക്കാനൊന്നുമില്ല, അതൊക്കെ തന്നെയാണ്. പിന്നെ ആ ഒരു കുട്ടിത്വം ഉള്ളിലുണ്ട്. പിള്ളേരെ കണ്ടിട്ടില്ല, എപ്പോഴും ഹൈ എനർജി ആയിരിക്കും, അവരൊരിക്കലും എക്സോസ്റ്റഡ് ആവില്ല. അതുപോലത്തെ ഒരു ക്വാളിറ്റി ആണ് ഞാൻ ഇതുവരെ കണ്ടിരിക്കുന്നത്. എനിക്ക് കൂടുതൽ ഇൻഫർമേഷൻ തന്നതിന്. ഇനി എത്ര സർപ്രൈസസ് തരുമെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ ഒരു സർപ്രൈസസ് ആണ്. ഐ എം സോ ഹാപ്പി ടു മീറ്റ് യു. നൈസ് ടു മീറ്റ് യു. Nice talking to you. You take care. കൊച്ചിയിൽ അധികം വന്നിട്ടില്ലല്ലോ. ഇല്ല, ഞാൻ സ്വയം പാലക്കാടാണ്. ഇവിടെ പരിചയമില്ല. ഫോർട്ട് കൊച്ചിയാണ് കാണുന്ന പോലെ വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ലൊക്കേഷനും കൂടെയാണ്. ഒരുപാട് ഫോറിനേഴ്സ് എല്ലാം വരുന്നതാണ്. സോ ഈ ഒരു സ്ഥലം ചൂസ് ചെയ്യാൻ കാരണം സ്റ്റീഫൻ ഒന്നാമതൊരു ക്രിയേറ്റീവ് ഫീൽഡിലുള്ള ഒരാളാണ്. സോ അവർക്ക് എന്താ പറയുക, ഈ ഒരു നല്ല മൂഡ് കിട്ടുമ്പം അവരുടെ ഇവിടെ വന്നാലേ ഈ ഒരു അറ്റ്മോസ്ഫിയർ, ആംബിയൻസ് ഇതൊക്കെ കാണുമ്പോൾ ഈ ഫ്രീ ടൈം ഈവനിങ് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വന്ന് കൂടുതൽ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഐഡിയാസ് ഒക്കെ പെട്ടെന്ന് കേട്ട്. യെസ്, അതുപോലെ വന്ന് ഇവര് ജാമിങ് സെഷൻസും ക്രിയേറ്റീവായിട്ട് പുതിയ പുതിയ കമ്പോസിങ്ങും അങ്ങനെ എല്ലാം ചെയ്യുന്ന ഒരു അവരുടെ ഒരു ഫേവറേറ്റ് ഹാങ് ഔട്ട് സ്പോട്ടാണിത്. ഏറ്റവും എൻജോയ് ചെയ്യാനും ഈ രാത്രി സമയങ്ങളിലാണ് കൂടുതലും വരാറുള്ളത്. കാരണം ഈ പറയുന്ന പോലെ ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് ഈ സമയത്ത് ഇറങ്ങി നടക്കാൻ അത്ര പറ്റത്തില്ല. സോ എന്നാലും ഇവിടെയൊക്കെ വന്ന് നൈറ്റ് സെഷൻസും ജാമിങ് സെഷൻസും ഒക്കെ കഴിഞ്ഞ ടൈമിൽ ഇങ്ങനെയാണെങ്കിൽ പിന്നെ നൈറ്റ് പറയേണ്ട ആവശ്യമുണ്ട്. ഇതിനെക്കാട്ടും ബ്യൂട്ടിഫുൾ ആയിരിക്കും ലൈറ്റ്സ് ഒക്കെ ആയിട്ട്. ഇവിടേക്ക് ഒന്ന് നമുക്ക് ചുറ്റി കാണണ്ടേ, ഫോർട്ട് കൊച്ചിയൊക്കെ കാണണ്ടേ? ഇവിടെ വന്നപ്പോൾ എനിക്ക് എന്തൊക്കെയോ കാണാത്ത കാര്യങ്ങളൊക്കെ കാണണമെന്ന് തോന്നുന്നു. നമുക്കൊന്ന് ചുറ്റി കണ്ടാലോ? ഷുവർ, ഡെഫിനറ്റ്ലി. ഫോർട്ട് കൊച്ചിയിൽ ഒരുപാട് സ്ഥലങ്ങൾ കണ്ടു. എല്ലാ സ്ഥലങ്ങളും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസസ്. അതും കൂടാണ്ട് വളരെ ഹിസ്റ്റോറിക് ഇമ്പോർട്ടൻസ് ഉള്ള കുറേ സ്ഥലങ്ങളാണ്. എസ്പെഷ്യലി ഈ പള്ളി കണ്ടില്ലേ, ഇതിവിടുത്തെ സെയിൻറ്റ് ഫ്രാൻസിസ് CSI ചർച്ച് എന്ന് പറയുന്ന പള്ളി. ഈ പള്ളിയുടെ പ്രത്യേകത എന്താണെന്നറിയോ? വാസ്കോ ഡഗാമേനെ മരിച്ചപ്പം ബെറി ചെയ്ത പള്ളിയാണ് ഇത്. അപ്പോൾ അത്രയും പഴക്കമുള്ളൊരു 1500 പണിത ഒത്തിരി പഴക്കമുള്ള പള്ളിയാണ്. സോ എനിവേ ഞങ്ങൾക്ക് ഒരു ബാഡ് ന്യൂസ് ഇപ്പോൾ ഷെയർ ചെയ്യാനുണ്ട്. അതായത് സ്റ്റീഫനായിട്ട് ഞാൻ സംസാരിച്ചു. സോ സ്റ്റീഫൻ പറഞ്ഞു അൺഫോർച്ചുനേറ്റ്ലി എന്തോ ഒരു ഷോയിൻ്റെ കാര്യം കൊണ്ട് നമ്മളെ മീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഹി ഈസ് പ്രോമിസ്ഡ് us one thing, അങ്ങനെ ഡിസപ്പോയിന്റ് ചെയ്യില്ല. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഭയങ്കര ബിസിയാണ്, എനിക്ക് മനസ്സിലാവും. പ്രോഗ്രാംസ് ഒക്കെ മുഖം വാടിയിലോ?
എക്സ്പെക്ട് ചെയ്തിരുന്നല്ല കാണാന്ന് ഒരു ചെറിയൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. ഇപ്പോഴല്ലെങ്കിലും പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് തീർച്ചയായിട്ടും കാണാം. പക്ഷെ ഒരു പ്രോമിസ് തന്നിട്ടുണ്ട്, അതായത് നമുക്ക് വിളിക്കാം സ്റ്റീഫനെ. ഈസ് വില്ലിംഗ് ടു ടോക്ക് ടു യു. സോ നമ്മുടെ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ തോന്നി സ്റ്റീഫൻ. നമുക്കൊന്ന് വിളിച്ച് നോക്കാം. ചോദിക്കാനുള്ളതൊക്കെ എല്ലാം റെഡിയാണോ? ലൗഡ് സ്പീക്കർ ഫോണൊന്ന് തന്നാൽ മതി. റിംഗ് ചെയ്യുന്നുണ്ട്. ഹലോ ഹലോ സ്റ്റീഫൻ. ഹായ്, റോസനാണ്. ഹൗ ആർ യു? സ്റ്റീഫൻ, എൻ്റെ കൂടെ മീര ഉണ്ട്. മീര ആക്ച്വലി ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആണ് സ്റ്റീഫനെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. സോ ഞാൻ പറഞ്ഞു സന്തോഷിപ്പിക്കാനായിട്ട് സ്റ്റീഫനെ വിളിക്കുന്നുണ്ട് എന്ന്. സോ ഐ എം ഗോയിങ് ടു ഗിവ് ഹർ ദ ഫോൺ. ഒന്ന് സംസാരിക്കും. ഓക്കെ ഓക്കെ. ദാ മീര. ഹലോ സ്റ്റീഫൻ ചേട്ടാ. ഹായ്, ഹൗ ആർ യു? ആഹാ, പക്ഷെ ഞാൻ ചേട്ടനെ കാണുന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതെ അതെ, പാലക്കാട് വരുമ്പോൾ ചേട്ടൻ്റെ ഫേവററ്റ് ആയ കഞ്ഞിയും പയറും. കഞ്ഞിയും പയറുണ്ടെങ്കിൽ ചേട്ടൻ എന്തായാലും എത്തുമെന്ന് എനിക്കറിയാം. ചേട്ടൻ്റെ എന്താണ്? ഇല്ല 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 ഇല്ല. അതെ, ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ കാണാം. ഐ എം സോ ഹാപ്പി. സംസാരിച്ചത് സന്തോഷം. അതെ, ഓക്കെ സ്റ്റീഫൻ ചേട്ടാ, ബൈ. താങ്ക് യു സോ മച്ച്. സന്തോഷമായോ? യെസ്, ഐ എം സോ ഹാപ്പി. നെക്സ്റ്റ് ടൈം വരുമ്പോൾ അപ്പം ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. സ്റ്റീഫൻ എന്തായാലും പ്രോമിസ് ചെയ്തിട്ടുണ്ട് എപ്പോഴെങ്കിലും കാണാന്നുള്ളത്. സോ ഐ ഹോപ്പ് ദാറ്റ് ആ ഒരു മീറ്റിംഗ് എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാവട്ടെ. ഐ എം വെയിറ്റിംഗ് ഫോർ ദാറ്റ്. ഓക്കെ, സോ ഓക്കെ. താങ്ക് യു ഫ്ലാഷ് ചാനൽ, താങ്ക് യു നക്ഷത്രക്കൂടം ടീം. ഇത്ര കുറേ സർപ്രൈസസ് എനിക്ക് ഭയങ്കര ഹാപ്പി. ഐ എം സോ എക്സൈറ്റഡ്. എങ്ങനെ പറയാൻ, എങ്ങനെ എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഇനി ഞാൻ സ്റ്റീഫൻ ചേട്ടനെ ഒന്ന് മീറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡോണ്ട് വറി. ഇത്രയും നടന്നില്ല. എത്രയോ ആൾക്കാർ അവരുടെ സ്റ്റാർസിനോടൊന്ന് സംസാരിക്കാനെങ്കിലും കൊതിക്കുന്നു. അത് നടക്കാറില്ല. ബട്ട് യു ഗോട്ട് ദാറ്റ് ഓപ്പർച്യൂണിറ്റി. സോ എത്രയും പെട്ടെന്ന് മീറ്റ് ചെയ്യാനുള്ള അവസരവും കിട്ടും. ഇഷ്ടപ്പെടുന്ന കലയോടും ചെയ്യുന്ന കലയോടുള്ള ഇഷ്ടം കൊണ്ട് ആ കലാകാരനെയും കൂടെ എഫക്റ്റ് ആവുന്നതാണ് ആരാധകൻ എനിക്ക് തോന്നുന്നത്. കാരണം ഞാനും അങ്ങനെ എനിക്കും ഞാൻ ആരാധന ചെയ്യുന്ന കുറേ കലാമേഖലകളുണ്ട്. ഇപ്പോൾ ഡാൻസ് ആണെച്ചാലും മ്യൂസിക് ആണെച്ചാലും നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ അല്ലെങ്കിൽ അവരെ ഫോളോ ചെയ്യാൻ എന്തെങ്കിലും ചെറിയ ഇപ്പോൾ മീരയ്ക്ക് കണ്ടത് എൻ്റെ സ്വഭാവത്തിലായിരിക്കും. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും അവർ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അത് വലിയൊരു പോയിൻ്റാണ്. ചിലപ്പോൾ നമ്മളൊരു വ്യക്തിയെ വി ആർ എഫക്റ്റിങ് പല രീതിയിലും ചിലപ്പോൾ അത് എഫക്റ്റ് ചെയ്യും. പോസിറ്റീവായിട്ട് രീതിയിൽ എഫക്റ്റ് ചെയ്യുന്ന കുറേ നല്ല കാര്യങ്ങളുണ്ട്. മ്യൂസിക്കിന് പ്രത്യേകത എന്താ വെച്ചാൽ മ്യൂസിക്കിന് കുറേ മെസ്മറൈസിങ് മൊമെൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ഇതുമാതിരി സിനിമാ നടന്മാർക്ക് വേറെയുണ്ടാവും. ഷോർട്ടിൽ പല രീതിയിൽ സ്ക്രീനിൽ വരുമ്പോൾ നമ്മൾ പല രീതിയിൽ നമ്മൾ വിചാരിക്കും വാവ് അമേസിങ്, എനിക്ക് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അവരെ ഇഷ്ടപ്പെട്ടു, അത് സ്ത്രീയെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ തോന്നുന്നത് അവരുടെ ആ ഒരു ചെയ്യുന്ന പ്രവർത്തനങ്ങളും അവർ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും അവർ പേഴ്സണലി അങ്ങനെയായിരിക്കും. ചിലപ്പോൾ ഒരു അതിനെക്കാട്ടിലും നല്ല വ്യക്തികളായിരിക്കും. പക്ഷെ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആരാധിക്കുന്നത്. സോ മീര, നമ്മളിപ്പം വന്നേക്കുന്നത് ഫോർട്ട് ഹൗസ് ഹോട്ടലാണ്. ഇവിടുത്തെ കൊച്ചിയിലെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു റെസ്റ്റോറന്റ് ആണ്. ഞാൻ അറിയാലോ, സ്റ്റീഫൻ ദേവസി ഇടയ്ക്കിടയ്ക്ക് വരാറുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ വന്ന് ഇങ്ങനെ ഇരുന്ന് കോഫിയൊക്കെ സിപ്പ് ചെയ്ത് ഈ ഒരു എന്താ പറയാ നല്ലൊരു ആംബിയൻസ് ആണല്ലേ, നേച്ചറൊക്കെ എൻജോയ് ചെയ്യുന്ന ഒരു ഗ്രീനറി ഒക്കെ ആയിട്ട്. എങ്ങനെ ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല കാം ആൻഡ് ക്വയറ്റ് പ്ലേസ്. ഇവിടെ ഇരുന്ന് സൈറ്റ് സീയിങ്ങിനും പിന്നെ ബോട്ടിംഗ് ഒക്കെ ചെയ്യാതെ തോന്നണല്ലോ. ചെയ്യാം, ഫിഷിംഗ് ചെയ്യാം. യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? ബോസ് ഓസം, പറയാതെ വയ്യ. സർപ്രൈസസ് നക്ഷത്രക്കൂടാരൻ ടീം എനിക്ക് സർപ്രൈസസ് തന്നുകൊണ്ടിരിക്കുകയാണ്. ഐ എം സോ എക്സൈറ്റഡ്, സോ ഹാപ്പി. എനിക്ക് പറയാൻ എങ്ങനെയാ താങ്ക്സ് പറയണ്ട അറിയില്ല.
ഞാനിപ്പോ ടെൻഷൻ അല്ല, എക്സൈറ്റഡ് ആയിട്ടാണ്. ഞാനാണോ റോസ് ഞാൻ വിചാരിച്ചു കാണാൻ പറ്റില്ല. അതെ, വല്ലാത്തൊരു പണിയായിപ്പോയി. ആള് ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്നു. കാണാൻ പറ്റില്ല എന്നൊരു ഇതിന് എന്താ ഇപ്പൊ തോന്നുന്നേ? എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല, സ്പീച്ച്ലെസ് ആയിട്ടിരിക്കുകയാണ്. ഞാൻ ആകെ ഡെസ്പായിട്ട് ഇരിക്കുകയായിരുന്നു. കാണാൻ പറ്റില്ല. ഓക്കെ ഫൈൻ, എനിക്ക് സംസാരിക്കാനെങ്കിലും പറ്റിയല്ലോ എന്ന് പറഞ്ഞിട്ട് സ്റ്റീഫൻ ചേട്ടനൊന്ന് കാണുമ്പോൾ വെറുതെ വിടുന്നില്ല, ഞാൻ എന്തൊക്കെ ചോദിച്ചിട്ട് തന്നെ വിടാന്ന് വെച്ചിട്ടിരിക്കായിരുന്നു. ഏതായാലും ഇനി നിങ്ങൾ രണ്ടുപേരും ചാറ്റ് ചെയ്യാ. ഞാൻ എന്താ ഏറ്റവും വലിയൊരു ഫാനിനെ സ്റ്റീഫൻ ഏൽപ്പിക്കുന്നു. ഓക്കെ, സോ ഹാവ് എ ഗ്രേറ്റ് ടൈം. ഞാനൊക്കെ ഇവിടുത്തെ ഒന്ന് ചുറ്റിലൊക്കെ കഴിഞ്ഞ് ഞാനും വരാം. ഓക്കെ ഓക്കെ, ബൈ. അപ്പൊ എങ്ങനെയാണ്, എന്താണ് മ്യൂസിക്കിനോട് എന്താ നമ്മളോട്? എനിക്കിപ്പോൾ തോന്നുന്നത് എന്താണെന്നറിയോ, എനിക്ക് പാട്ട് പാടാനുള്ള കഴിവുണ്ടായിരുന്നെങ്കിൽ സ്റ്റീഫൻ ചേട്ടൻ്റെ കൂടെ ഒന്ന് പെർഫോം ചെയ്യാം. പക്ഷെ എനിക്കതില്ലാതെ പോയി, അതിൻ്റെ ഒരു വിഷമം വേറെ. പക്ഷെ എൻ്റെ ചേച്ചി ഉണ്ടല്ലോ, ചേച്ചി. വേണ്ട വേണ്ട വേണ്ട, ഞാൻ അങ്ങനെയൊന്നും പാടാൻ പറ്റില്ല. ലുക്കിലൊരു ആർട്ടിസ്റ്റിക് സംഭവം ഉണ്ട്. അപ്പൊ എന്തായാലും അങ്ങനെ വല്ല കഴിവുണ്ടോ? ഡ്രോയിങ്, പെയിന്റിങ് ഒക്കെ ചെയ്യും. ഓക്കെ, അങ്ങനെ ഡിസൈനിങ്. ഞാൻ ബേസിക്കലി ഒരു ഫാഷൻ ഡിസൈനറാണ്. ഫാഷൻ ഡിസൈനറാണ്. അപ്പൊ എന്നെ കണ്ടിട്ട് തോന്നുന്നു വല്ലതും രക്ഷപ്പെടുവോ? ഞാൻ രക്ഷപ്പെടുവോ? പിന്നെ അപ്പൊ ഇപ്പൊ എന്താ ചെയ്യുന്നു? ജോലിയാണോ പഠിക്കുകയാണോ? ഞാൻ കിറ്റക്സിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇങ്ങനെ പിന്നെ ഞാൻ ഇങ്ങനെ ഷോർട്ട് ഫിലിംസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ട് അതുകൊണ്ട് കണ്ടിന്യൂ ചെയ്തില്ല? ഷോർട്ട് ഫിലിം ഒക്കെ ആകുമ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കപ്പെടും. ഇനി അത് അതിലേക്ക് മീഡിയ ഫീൽഡിലേക്ക് ഇങ്ങനെ ഇറങ്ങാൻ വേണ്ടിട്ട് നല്ല എൻട്രി ആണല്ലോ. അതെ, ഓരോരുത്തർക്കും റോൾ മോഡൽസ് കാണല്ലോ. എനിക്കും ഓരോരുത്തർ റോൾ മോഡൽ. അപ്പൊ സ്റ്റീഫൻ ചേട്ടനും റോൾ മോഡലായിട്ട് ആരാ ഉള്ളത്? സന്തോഷം കേൾക്കുമ്പോൾ. ഞാനും അങ്ങനെയൊക്കെ ഓരോരുത്തരെ ഇഷ്ടപ്പെട്ടിട്ടും അഡ്മയർ ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ. കാരണം നമ്മൾ എന്തെങ്കിലും ഫോളോ ചെയ്യണം. എന്തെങ്കിലും ഫോളോ ചെയ്താലേ അവരോട് അവരെ ഒന്നെങ്കിൽ അവർ ചെയ്യുന്നത് ആ രീതിയിൽ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ശ്രദ്ധിക്കാറുണ്ട്. നമ്മൾ മ്യൂസിക് മാത്രമല്ല ഒരാൾക്ക് നന്മ നേടാൻ പറ്റുന്നത് അത് നമ്മുടെ സ്വഭാവത്തിലും കൂടെ മെയിൻ ആണ്. അതെ, AR റഹ്മാൻ സാറിന്റെ കൂടെ, റഹ്മാൻ സാറിന്റെ കൂടെ എനിക്കൊരു ഷോയിലാണ് അധികം ഞാൻ ഇൻവോൾവ് ചെയ്തത്. അദ്ദേഹത്തിന് റെക്കോർഡിങ്ങിന് അപേക്ഷിച്ചിട്ട്. ഹലോ, സംസാരിച്ച് കഴിഞ്ഞില്ലേ രണ്ടുപേരും? ഞങ്ങള് പാലക്കാടുകാരല്ലേ. സ്റ്റീഫനെ കുറിച്ച് എന്ത് ചോദിച്ചാലും പറയും. ഞാൻ മാത്രല്ല, എല്ലാവർക്കും ഇഷ്ടം സ്റ്റീഫൻ ചേട്ടന്. എല്ലാവരും എന്റെ വീട്ടിൽ ഞങ്ങള് വേറെ ഒന്നും കേട്ടിട്ടില്ല. സ്റ്റീഫൻ ചേട്ടൻ ഇങ്ങനെ, സ്റ്റീഫൻ ചേട്ടൻ അങ്ങനെ, സ്റ്റീഫൻ ചേട്ടൻ ഇത് ഇഷ്ടമാണ് അത് ഇഷ്ടമാണെന്ന് പറഞ്ഞു. സ്റ്റീഫൻ ചേട്ടന് അഥവാ കാണാനുള്ള ഭാഗ്യം കിട്ടിയിരുന്നെങ്കിൽ എല്ലാവരുടെയും അന്വേഷണം പ്രത്യേകം പറയാം. എന്റെ വീട്ടുകാരുടെ അമ്മ, വല്യമ്മ, ഏട്ടന്, വല്യമ്മ, പിന്നെ വിജയം വല്യമ്മ, ഏട്ടൻ. അപ്പൊ വേറെ എവിടേക്ക് പോയി? ഇപ്പൊ ഫോട്ടോസിൽ വന്നു. ഫോട്ടോസിൽ കൊണ്ടുപോയി, ഞങ്ങള് ബീച്ചിൽ കൊണ്ടുപോയിട്ടുണ്ട്. എല്ലാം ചുറ്റി കാണിച്ചു. പിന്നെ ഞങ്ങള് PJ പ്രിൻസസിൽ തന്നെ സ്റ്റീഫൻ താമസിക്കുന്ന മുറി തന്നെ അക്കോമഡേഷൻ കൊടുത്തു. അവിടെ പോയി ഫിഷിങ്ങും എല്ലാം ചെയ്തു. വലിയൊരു സംഭവങ്ങളാണ്. ഞാൻ എത്താൻ വഴുകി. ഇവിടെ നല്ല ഭക്ഷണം കിട്ടും. ഇവിടെ ചേട്ടന്റെ ഫേവറേറ്റ് ഏതാണ്? എനിക്ക് മീനിനോട് ചെറിയൊരു താല്പര്യമുണ്ട്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും റെസ്റ്റോറന്റിലേക്ക് അങ്ങ് ഇറങ്ങാം അല്ലേ? നല്ല ഭക്ഷണം കഴിച്ച് അതാണല്ലോ അതിനാണ് വന്നത്. ഓക്കെ.